എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ 134-ാമത്തെയാണ്. ആ ബുക്കിലെ റിവ്യൂ ചെയ്യാൻ പോകുന്ന അധ്യായം എന്ന് പറയുന്നത് 29-ാമത്തെ അധ്യായമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഇതിനകത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ്. ഇതിനകത്ത് സ്വാമി മുക്താനന്ദ പറയുന്നതും നമ്മൾ കേൾക്കാൻ പോകുന്നതും. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഈ ചാപ്റ്ററിനെ തന്നെ 2 വീഡിയോ ആയിട്ടാണ് ഞാൻ ഇടാൻ പോകുന്നത്. എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓടിച്ചു വിട്ട് പറയുന്നതോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഓക്കെ, അപ്പം നിങ്ങളും ക്ഷമയോടുകൂടി കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പം ഇതിൻ്റെ ഹെഡിങ് തന്നിരിക്കുന്നത് ദ വിഷൻ ഓഫ് ദ ബ്ലൂ പേഴ്സൺ. ദ വിഷൻ ഓഫ് ദി ബ്ലൂ പേഴ്സൺ. അപ്പം ബ്ലൂ ലൈറ്റ് കണ്ടു, ബ്ലൂ സ്റ്റാർ കണ്ടു, ബ്ലൂ പേൾ കണ്ടു. ഇപ്പം ബ്ലൂ ആളിനെ കാണുക. അപ്പം ഞാൻ ഇരിക്കുന്ന ഇരിപ്പും എൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ക്ലൈമാക്സിനെ ഇട്ട് ഞാൻ പൊട്ടിച്ചു, എന്നാലും സാരമില്ല. ആ ഒഴുക്കിൽ, സ്വാമി മുക്താനന്ദ എഴുതിയ ആ ഒഴുക്കിൽ നമ്മളും അങ്ങ് ഒഴുകി പോയി അലിഞ്ഞു ചേരുക. അതാണ് ഈ വീഡിയോയുടെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹെഡിങ് എന്തുവാണ്? ദ വിഷൻ ഓഫ് ദ ബ്ലൂ പേഴ്സൺ. പേഴ്സൺ എന്ന് വെച്ചാൽ ആൾ. അപ്പം നീല കളറിൽ ഒരാളിനെ കാണുന്നു. അപ്പം ഇങ്ങനെയാണ് ഇദ്ദേഹം തുടങ്ങുന്നത്. അപ്പം മെഡിറ്റേഷനിൽ എപ്പോഴും ഇരിക്കുമ്പം ഗുരുഭക്തിയാണല്ലോ അദ്ദേഹത്തിനെ ഇത്രയും ഉയർന്ന തളത്തിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. കുണ്ടലിനി ശക്തി ആക്ടിവേറ്റ് ആകാനും, ഇത്രയും നാദങ്ങൾ കേൾക്കാനും, ഇത്രയും ലോകങ്ങളിൽ കാണാനും പോകാനും സഞ്ചരിക്കാനും കണ്ട് രസിക്കാനും ഒക്കെ ഇത്രയും കാര്യങ്ങൾ നടന്നതിന് മൂല കാരണം അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ പുറത്തുള്ള ഭക്തിയാണ്. ഓക്കെ, അപ്പം എപ്പോഴും പോലെ പതിവ് പോലെ ഇദ്ദേഹം മെഡിറ്റേഷനിൽ ഇരിക്കുന്നു. മെഡിറ്റേഷനിൽ ഇരിക്കുമ്പം ആദ്യം തൻ്റെ ഗുരുവായ ഭഗവാൻ നിത്യാനന്ദയെ സ്മരിക്കുന്നു. നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ആദ്യം സദ്ഗുരു നിത്യാനന്ദയെ വിചാരിക്കുന്നു. ഓ ഗുരു, ഓ ഗുരുദേവ്, ഓ ഗുരുവല്ല, ഓ ഗുരുദേവ്. ഗുരു എന്ന് വെറുതെ അല്ല വിളിക്കുന്നത്. ഓ ഗുരുദേവ്, യു ആർ ഓൺ മൈ ഈസ്റ്റ്, യു ആർ ഓൺ മൈ വെസ്റ്റ്, യു ആർ ഓൺ മൈ നോർത്ത്, യു ആർ ഓൺ മൈ സൗത്ത്. അതായത് എൻ്റെ എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന എൻ്റെ ഗുരുദേവ എന്നാണ് വിളിക്കുന്നത്. പിന്നെ സദ്ഗുരുവേ, താങ്കൾ എൻ്റെ മേളിലുണ്ട്, എൻ്റെ താഴെയുണ്ട്, എൻ്റെ സൈഡിലുണ്ട്, എൻ്റെ കണ്ണിലുണ്ട്, കാതിലുണ്ട്, മൂക്കിലുണ്ട്, വായിലുണ്ട്, എൻ്റെ തൊണ്ടയിലുണ്ട്, കയ്യിലുണ്ട്, നെഞ്ചത്തുണ്ട്, പുറത്തുണ്ട്, ബാക്കിലുണ്ട്, വയറ്റിലുണ്ട്, അബ്ഡോമനിലുണ്ട്. ഓ മദർ ഗുരു, ഓ ഫാദർ ഗുരു, എൻ്റെ ഗുരുദേവ, നീ എൻ്റെ അമ്മയാണ്, എൻ്റെ അച്ഛനാണ്. എൻ്റെ ദേഹത്ത് ഓരോ അവയവങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നു. എൻ്റെ തുടയിലുണ്ട്, കാലിലുണ്ട്, മുട്ടിലുണ്ട്, കാലിലുണ്ട്. ഓ മൈ ബാബ, യു ആർ ഇൻ മീ, ഐ ആം ഇൻ യു. എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഗുരുവിനെ ആരാധിക്കുന്നതെന്ന് നോക്കണം. നമ്മളൊക്കെ ടൈമർ വെച്ചുകൊണ്ടാണ് മെഡിറ്റേഷന് ഇരിക്കുന്നത്. ഇനി 15 നിമിഷം. ഓക്കെ. അപ്പം ടപടപേന്ന് കണ്ണടയ്ക്കുക, ശ്വാസം നിരീക്ഷിക്കുക, കുറച്ച് നേരം നോക്കുക. മനസ്സ് കിടന്നാൽ അത് എൻ്റെ പാട്ടിന് ഓടും. നമ്മളതിനെ വലിച്ചുകൊണ്ട് വരും, പിന്നെ അതിൻ്റെ പുറകെ ഓടും. ടൈമർ ബെല്ലടിച്ചു, എണീച്ചു, പോയി. അതാണ് നമ്മുടെ മെഡിറ്റേഷൻ. ഇദ്ദേഹത്തിൻ്റെ നമ്മുടെ മെഡിറ്റേഷനും എങ്ങനെയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ദേഹത്ത് ഓരോ സെല്ലിലും അദ്ദേഹത്തിൻ്റെ ഗുരു ഉള്ളതായിട്ടാണ് അദ്ദേഹം ഭാവിക്കുന്നത്. ഈ ഭാവനയിൽ കൂടെ തന്നെ നമുക്ക് ദൈവത്തിനെ കാണാവുന്നതാണ് ഭാരതിദാസൻ പറഞ്ഞത്.
അതൊരു വേറെ കഥയാണ്, അത് നമുക്ക് പിന്നെ പറയാം. അപ്പം നമ്മുടെ മനസ്സിൽ ധ്യാനിക്കുന്നത് നമ്മുടെ ഭാവനയെ കൂടെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ പാതാരബിന്ദങ്ങളിൽ പോയി ചേരാം എന്നുള്ളതാണ് മഹാന്കൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുണ്ട്, ഐ ആം ഇൻ യു, യു ആർ ഇൻ മീ. ഞാൻ ഗുരുദേവനിൽ അലിഞ്ഞിരിക്കുവാണ്, ഗുരുദേവൻ എന്നുള്ളിൽ അലിഞ്ഞിരിക്കുവാണ് എന്നൊക്കെ പറഞ്ഞ് മെഡിറ്റേഷൻ തുടങ്ങുന്നു. അപ്പോഴത്തേക്ക് എപ്പോഴും പോലെ, പതിവ് പോലെ റെഡ് ഓറ കാണുന്നു, വൈറ്റ് ഫ്ലെയിം കാണുന്നു, ബ്ലാക്ക് ലൈറ്റ് കാണുന്നു, പിന്നെ ബ്ലൂ ലൈറ്റ് കാണുന്നു, പിന്നെ ബ്ലൂ പേൾ കാണുന്നു. അപ്പം ബ്ലൂ പേൾ കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഹാപ്പിയാണ് ഇദ്ദേഹം. യോഗീസ് അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സഹസ്രാരത്തിൽ തല ഉച്ചയിൽ മേഘരാജ കടന്നങ്ങ് അടിക്കുക. മേഘരാജ എന്ന് വെച്ചാൽ മേഘങ്ങളുടെ രാജാവ്, അതായത് മേഘക്കൂട്ടങ്ങൾ, ക്ലൗഡ്സ്, മേഘക്കൂട്ടങ്ങൾ കിടന്ന് അടിച്ച് തകർക്കുക. അപ്പം ആ ഇടിമുഴക്കം അങ്ങനെ കേൾക്കുന്നു എവിടെ? ഉച്ചന്തലയിൽ. അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പം ദെൻ എ ഗ്രേറ്റ് മിറാക്കിൾ ഹാപ്പൻഡ്. മിറാക്കിൾ എന്ന് വെച്ചാൽ അതിശയം. എ ഗ്രേറ്റ് മിറാക്കിൾ ഹാപ്പൻഡ്. ഞാൻ അതിനെക്കുറിച്ച് പറയരുത്, പക്ഷേ എൻ്റെ ഗുരുദേവ് ശ്രീ ഗുരു എന്നെ പറയുന്നു, എന്നെ പറയാൻ തൂണ്ടുന്നു. എനിക്ക് അത് പറയാനുള്ള ശക്തിയില്ല. ഐ ഡോണ്ട് ഹാവ് ദ സ്ട്രെങ്ത്. അത് പറയാനുള്ള ശക്തിയില്ല. ആ മിറക്കിൾ, ആ അതിശയത്തിനെ വർണ്ണിക്കാനുള്ള ശക്തി, പറയാനുള്ള ശക്തിയില്ല. എൻ്റെ കൈ അനങ്ങുന്നില്ല, എൻ്റെ വിരലുകൾ അനങ്ങുന്നില്ല, വിരലുകളുടെ ചലനം നിന്നുപോയി, എൻ്റെ കണ്ണ് തുറക്കുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ എഴുതും, എങ്ങനെ പറയും? പക്ഷേ എൻ്റെ നാക്ക് മാത്രം ചലിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ നാക്കിൽ എൻ്റെ ഗുരുദേവ് വന്ന് ഇരിക്കുക. അതുകൊണ്ട് നാക്ക് മാത്രം ചലിക്കുന്നു, ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നു. അതിനെ എഴുതിയെടുക്കുന്നത് യാണ്ടേ എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടാണ്. അപ്പം ഇദ്ദേഹത്തിന് എല്ലാം മനസ്സിലുണ്ട്, പക്ഷെ അദ്ദേഹത്തിനെ കൊണ്ട് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ അദ്ദേഹം പറയെ യാണ്ടേ എന്നുള്ള വേറൊരു സാധകൻ അതിനെ എഴുതിയെടുക്കുന്നു. ഈ യാണ്ടേ എന്ന് പറയുന്ന സാധകനും ഭഗവാൻ നിത്യാനന്ദയുടെ ശിഷ്യനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത് എഴുതാൻ പറ്റുന്നത്. ഇത് പറയാൻ പറ്റാത്ത വലിയ ഒരു അതിശയമാണ്. അപ്പം ആ ബ്ലൂ പേൾ നല്ല പ്രകാശമായിട്ട് മിന്നുന്നു. അതിൽ നിന്ന് നമുക്ക് എണ്ണാനൊന്നും പറ്റത്തില്ല, 100, 1000 എന്നൊന്നും പറയാനൊക്കത്തില്ല. അത്രയ്ക്ക് എണ്ണാൻ പറ്റാത്ത രീതിക്ക് അതിൽ നിന്ന് രശ്മികൾ ഇങ്ങനെ വെളിയിൽ പുറപ്പെട്ടു വരുന്നു. ഈ ബ്ലൂ പേൾ എന്നെ നോക്കി അടുത്തടുത്തായിട്ട് വരുന്നു. ഈ ബ്ലൂ പേൾ, ഈ നീല നിറത്തിലുള്ള മുത്ത് ഈ മുട്ടയുടെ ഷേപ്പിലാവുന്നു, എഗ് ഷേപ്പ്, മുട്ടയുടെ ഷേപ്പിലാവുന്നു. അത് കുറേശ്ശെ വളരുന്നു, വലിയ സൈസിലോട്ട് വളരുന്നു. ഷേപ്പ് മുട്ടയുടെ ഷേപ്പാണെങ്കിലും സൈസ് ചെറുതായിരുന്നത് വളർന്ന് വരുന്നു. വന്ന് ഒരു മനുഷ്യൻ്റെ ഷേപ്പിൽ വരുന്നു. മനുഷ്യൻ്റെ ഷേപ്പിലാണ് വരുന്നത്. അദ്ദേഹത്തിന് കണ്ണുകൊണ്ട് കാണുന്നു, കുറേശ്ശെ വളർന്നു വരുന്നത് അഹക്കണ്ണുകൊണ്ട്, മനക്കണ്ണുകൊണ്ട്, 3-ാം കണ്ണുകൊണ്ട് കാണുന്നു. കണ്ടാലും പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ വായടച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ആ മുട്ട ഷേപ്പ് വളർന്ന് ഒരു മനുഷ്യൻ്റെ ഷേപ്പിലായി.
മനുഷ്യൻ്റെ രൂപത്തിൽ വന്നപ്പം അതിൽ നിന്ന് ഒരു ദൈവീക വെളിച്ചം പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിയിൽ ഇദ്ദേഹത്തിൻ്റെ ബോധം കിട്ടും. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ തന്ത്രലോകത്തിൽ പോയതും സർവജ്ഞ ലോകത്തിൽ പോയതും അതെല്ലാം അങ്ങ് പോയി, മറന്നുപോയി. എല്ലാം മറന്നു. കുറച്ച് കഴിഞ്ഞപ്പം തിരിച്ചും ബോധം തെളിയുന്നു. അപ്പം കുറേശ്ശെ ഞാനാണ് മുക്താനന്ദ എന്ന് കുറേശ്ശെ മനസ്സിലാവുന്നു. അപ്പം പിന്നെ എവറിത്തിങ് എൽസ് ബോധം കെട്ടതോടുകൂടി ചുറ്റിലുമുള്ള പരസ്പരബോധം എല്ലാം നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിനെ ചുറ്റി എന്തുകൊണ്ട്, ആരുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിപ്പോയി. ഓക്കെ, ഒരു ഫ്യൂ സെക്കൻഡ്സിനാണ്, എന്നാലും അത് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിപ്പോയി. അദ്ദേഹം അവിടെ ഇല്ല, മുക്താനന്ദ അവിടെ ഇല്ല. മുക്താനന്ദ ഒട്ടുമൊത്തമായിട്ട് മാഞ്ഞുപോയി അവിടുന്ന്. അങ്ങനെ പിന്നെ അതേ സമയത്ത് കുറച്ച് കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പം അതേ ലോട്ടസ് പോസ്ചറിൽ, അതായത് പത്മാസനത്തിൽ ഇരിക്കുന്നു. നോർത്ത് ദിക്കിലാണ്, അതായത് വടക്ക് ദിക്കിനെ നോക്കിയാണ് ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ ഹ്യൂമൻ ഫോം നല്ല ഷൈനിങ് ആയിട്ട്, നല്ല തിളങ്ങുന്ന ഒരു മനുഷ്യരൂപം തെളിയുന്നു. അപ്പോഴത്തേക്ക് കുറേശ്ശെ ഇദ്ദേഹത്തിന് ബോധം തെളിഞ്ഞ് വരുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അങ്ങനെ അപ്പോൾ ഈ എഗ് ഷേപ്ഡ് ബ്ലൂ പേൾ ഉണ്ടല്ലോ, എഗ് ഷേപ്ഡ് ബ്ലൂ പേൾ സ്റ്റുഡ് ബിഫോർ മീ ഇൻ ദ ഫോം ഓഫ് എ മാൻ. ആ എഗ് ഷേപ്ഡ് ബ്ലൂ പേളാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് ആ ബ്രൈറ്റ്നെസ്, അതിൻ്റെ വെളിച്ചം കുറയുന്നു. വെളിച്ചം കുറഞ്ഞു വന്നപ്പം അതിൽ രൂപപ്പെടുന്നത് ഒരു നീല കളർ മനുഷ്യരൂപം, ഒരു നീല കളറിലൊരു മനുഷ്യരൂപം. അങ്ങനെ ബ്രൈറ്റ്നസ് കുറഞ്ഞ് നീല കളറിൽ ഒരു മനുഷ്യരൂപം തെളിയുന്നു. അപ്പം മുക്താനന്ദ ഇതിനെ കണ്ട് ആനന്ദിക്കുവാണ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫോം ഹി ഹാഡ്. എന്തോ ഒരു തേജസ്സാണ്, എന്തോ ഒരു അഴകാണ്. ആ ദേഹത്തുനിന്ന് വരുന്ന ആ നീല കളറ് അത്രയ്ക്ക് പ്രകാശമായിട്ട് മിന്നുന്നു. ആ ദേഹം എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് നോക്കിയാൽ നമ്മുടെ ദേഹത്തിൻ്റെ കൂട്ട് ഈ മാംസവും രക്തവും ഞരമ്പുകളും ഉള്ളതല്ല. ആ ദേഹം മൊത്തം ഉള്ളത് കോൺഷ്യസ്നെസ്സാണ്. ഈ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് നേരത്തെ നമ്മൾ പല വീഡിയോസിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും പറയാം. ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് നമുക്ക് അതിനെ അവെയർനെസ് എന്ന് പറയാം. അവെയർനെസ് എന്ന് പറഞ്ഞാൽ അപ്പമുള്ള ഒരു ബോധം. അതായത് ഇപ്പം ഞാൻ സംസാരിക്കുന്നു, ഇപ്പം ഞാൻ ക്യാമറയുടെ മുന്നിലാണ്, ഞാൻ ക്യാമറയെ നോക്കിയാണ് സംസാരിക്കുന്നത്, ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്നുള്ള 100% അവെയർനെസ്, ബോധം എനിക്കിപ്പോൾ ഉണ്ട്. ആ ബോധത്തിനെ അത് എനിക്ക് എന്നെക്കുറിച്ചുള്ള ബോധം. ഈ പ്യുവർ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ബോധമാണ് പ്യുവർ കോൺഷ്യസ്നെസ്. അതായത് ലളിതാ സഹസ്രനാമത്തിൽ ചിന്മയി പരമാനന്ദ എന്ന് വരും. ചിന്മയി എന്ന് പറയുന്നത് ഒരു മന്ത്രമാണ്.
ഒരു ശ്ലോകത്തിൽ വരുന്ന ഒരു മന്ത്രം. അപ്പം ഈ ചിന്മയി എന്നുള്ളതിന് എൻ്റെ ഗുരു കാലടി മാധവൻ നമ്പൂതിരിയുടെ വ്യാഖ്യാനത്തിൽ പറഞ്ഞത് അവൾ ചിന്മയിയാണ്. അപ്പോൾ ചിന്മയി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ മനസ്സാണ്. നമുക്ക് ഓരോ വ്യക്തിക്കും ഒരു മനസ്സുണ്ട്, ഈ പ്രപഞ്ചത്തിന് ഒരു മനസ്സുണ്ട്. ആ പ്രപഞ്ചത്തിൻ്റെ മനസ്സാണ് ചിന്മയി. അപ്പം ആ പ്രപഞ്ചത്തിൻ്റെ മനസ്സെന്ന് പറയുന്നത് ദേവിയാണ്. അപ്പം ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെക്കുറിച്ച് പറയുമ്പം അത് ദേവിയുടെ മനസ്സെന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ആണിനെയാണ് ഇദ്ദേഹം കാണുന്നത്, ഒരാളിൻ്റെ രൂപമാണ് കാണുന്നത്. അപ്പോൾ ആ ആളിൻ്റെ രൂപത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ഉറ്റുറ്റ് നോക്കുന്നു. ആ ഭംഗിയിൽ, ആ അതിസുന്ദരമായ രൂപത്തിനെ കണ്ട് ഇദ്ദേഹം അങ്ങനെ വായും പൊളന്ന് അങ്ങനെ ഭ്രമിച്ച് നിൽക്കുന്നു. അപ്പോൾ അതിനകത്ത് എന്തുവാ ഇതാരാ എന്നൊക്കെ ഇങ്ങനെ തുറിച്ച് നമ്മൾ നോക്കുന്നില്ലേ? അങ്ങനെ തുറിച്ച് നോക്കുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഹിസ് ബോഡി വാസ് കമ്പോസ്ഡ് ഓഫ് ഇൻഫിനിറ്റ് റേസ് ഓഫ് കോൺഷ്യസ്നെസ്. അപ്പം ഈ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് വെറും ഡയറക്റ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അവെയർനെസ്, ബോധം. പക്ഷേ അതല്ല, ഇവിടെ വെറും കോൺഷ്യസ്നെസ് എന്നല്ല പറയേണ്ടത്. ഇത് പ്രപഞ്ചത്തിൻ്റെ കോൺഷ്യസ്നെസ്, പ്രപഞ്ചത്തിൻ്റെ മനസ്സാണ് ഇത്. ഹി വാസ് എ മാസ് ഓഫ് കോൺഷ്യസ്നെസ്. മാസ് എന്ന് വെച്ചാൽ ഒരു 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 കലവറ, കോൺഷ്യസിൻ്റെ ഒരു കൂട്ടായ്മ. കലവറ എന്ന് കൂടെ അല്ല പറയരുത്, കൂട്ടായ്മ. അപ്പം ഈ പ്രപഞ്ചം മൊത്തം നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണ് അത്. മാസ് ഓഫ് കോൺഷ്യസ്നെസ്, the essence of Muktananda's inner life, the real form of Nityananda. അപ്പം മുക്താനന്ദയായിട്ട് അതിനെ കാണുന്നു, ഭഗവാൻ നിത്യാനന്ദയായിട്ട് അതിനെ കാണുന്നു, പ്രപഞ്ചത്തിൻ്റെ മനസ്സായിട്ട് കാണുന്നു. അടുത്തത്, ഹീ വാസ് ദ ട്രൂ ഫോം ഓഫ് മൈ മദർ. മദർ എന്നിവിടെ പറയുന്നത് കുണ്ടലിനി. എൻ്റെ അമ്മയായ കുണ്ടലിനിയുടെ ഒരു ഫുൾ ഫോമാണ് അത്. ദ പ്ലേഫുൾ ഡിവൈൻ കുണ്ടലിനി. ഹീ സ്റ്റുഡ് ബിഫോർ മീ. ആ നീലക്കളർ മനുഷ്യൻ എൻ്റെ മുമ്പിൽ നിന്നു, തിളങ്ങുന്നു, ഇങ്ങനെ വിട്ട് 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 പ്രകാശം നൽകുന്നു. ആ തേജസ്, ആ ദൈവീക രൂപം എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ആ ദേഹം എങ്ങനത്തെ ദേഹമാണ്! വാട്ട് എ ബ്യൂട്ടിഫുൾ ബോഡി ഹീ ഹാഡ്. ആ മുന്നിൽ തെളിഞ്ഞ നീല മനുഷ്യൻ്റെ ദേഹം അത്രയും സുന്ദരമായ ഒരു ദേഹം അദ്ദേഹത്തിന്. വാട്ട് ബ്യൂട്ടിഫുൾ ഐസ്! എത്ര നല്ല കണ്ണുകൾ, എത്ര ഭംഗി. എനിക്ക് ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്കുകളൊന്നും അതിന് ഫിറ്റ് ആവുന്നില്ല. വാട്ട് എ ഫൈൻ സ്ട്രെയിറ്റ് നോസ്. മൂക്ക് എന്ത് എടുപ്പായിട്ടിരിക്കുന്നു. ഹൗ അട്രാക്റ്റീവ് ഇയേഴ്സ് ആൻഡ് ഇയറിങ്സ്. കാതൊക്കെ എത്ര നമ്മളെ ആകർഷിക്കുന്ന രീതിയിലുള്ള കാതുകളും കാതിൽ കിടക്കുന്ന കുണ്ടലങ്ങളും. എന്ത് നല്ല മുടി, എന്ത് നല്ല തല. ഹീ ഹാഡ് നോ ബിയർഡ്. താടിയില്ല. ഹീ വോർ ഓൺ ഹിസ് ഹെഡ്. തലയിൽ ഒരു കിരീടമുണ്ട്. ആ കിരീടത്തിൽ 9 ജ്വൽസ്, നവരത്നങ്ങൾ പതിച്ച ഒരു കിരീടം തലയിൽ വെച്ചിട്ടുണ്ട്. ഈ കിരീടം എന്നൊക്കെ പറയുന്നത് ഈ സ്വർണം കൊണ്ടും രത്നം കൊണ്ടും വൈരം വൈഡൂര്യം കൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ല.
പ്യുവർ കോൺഷ്യസ്നെസ്, പ്രപഞ്ചത്തിൻ്റെ മനസ്സാണ് അത്. പ്രപഞ്ചം മുഴുക്കെ വ്യാപിച്ചിരിക്കുന്ന കോൺഷ്യസ്നെസ്, അവെയർനെസ്. എന്ത് നീളത്തിൽ കൈകൾ, എത്ര എന്തുവാ വിരലുകൾ, എത്ര ഭംഗിയായിട്ടുള്ള വിരലുകൾ, നഖം. ഹി ഹാഡ് ഓൾ സോ ബ്ലൂ, ദേഹം മൊത്തം നീലക്കളർ. തുണി ഉടുത്തിരിക്കുന്നു, വസ്ത്രം അണിഞ്ഞിരിക്കുന്നു. ആ വസ്ത്രം വളരെ സോഫ്റ്റായിട്ട്, വളരെ വില കൂടിയ ഒരു വസ്ത്രം അണിയുമ്പം, ഒരു കോട്ടൺ വാങ്ങിക്കുമ്പം അത് അത്ര സോഫ്റ്റായിട്ടും ഫൈനായിട്ട് ഇരിക്കും. തൊടാൻ പോലും ഒക്കത്തില്ല, അത്രയ്ക്ക് നല്ല ഒരു വസ്ത്രം അണിഞ്ഞിരിക്കുന്നു. കാലൊക്കെ അത്ര ഷേപ്പിലി ആയിട്ടുണ്ട്, അത്ര ഷേപ്പായിട്ടുണ്ട്. വിരലുകളൊക്കെ, കാലിൻ്റെ വിരലൊക്കെ അത്രയും നല്ല രീതിയിൽ ചെതുക്കി വെച്ച പോലെ ഉണ്ട്. അപ്പോൾ ഒട്ടുമൊത്തത്തിൽ ദേഹം അത്രയും നല്ല, കാണാൻ കൊള്ളാവുന്ന ഒരു ദേഹം, അത്രയും ബ്യൂട്ടിഫുൾ, അത്രയും ഭംഗി. അപ്പം ഐ കെപ്റ്റ് ഗേസിങ് അറ്റ് ഹിം. ഞാനിങ്ങനെ അദ്ദേഹത്തിന്, ആ നീല കളറിലുള്ള മനുഷ്യനെ ഇങ്ങനെ കണ്ണും മിഴിച്ച് നോക്കുക. എവിടെ നിന്ന്? തല തൊട്ട് കാല് വരെ, കാല് തൊട്ട് തല വരെ, മേളിൽ നിന്ന് താഴെ, താഴെ നിന്ന് മേളിൽ, ഇങ്ങനെ ഞാൻ നോക്കി നിൽക്കുക. അമ്പരന്ന് പോയി നോക്കി നിൽക്കുക. എന്നുവെച്ചാൽ ഈ ജന്മത്തിൽ ഇതുവരെ നമ്മൾ അത്രയും രമ്യമായ, അത്രയും നല്ല ഒരു മനുഷ്യരൂപത്തിനെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ വായടച്ച് പോയി ഇങ്ങനെ കണ്ണും മിഴിച്ച് ഞാൻ നോക്കിയിരിക്കുക. ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം ഹീ കെയിം ടുവേർഡ്സ് മീ, എൻ്റെ അടുത്തോട്ട് വന്നു. ഒരു ചെറിയ ഹമ്മിങ് സൗണ്ട്, ഈ എന്ന് പറയുന്ന പോലെ. ഇത് ഭഗവാൻ നിത്യാനന്ദയടുത്തും ഇദ്ദേഹം ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിത്യാനന്ദയെക്കുറിച്ച് പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. എന്ത് ചോദിച്ചാലും ഹി വിൽ മേക്ക് എ ഹമ്മിങ് സൗണ്ട്, ഒരു ഹമ്മിങ് സൗണ്ട്. അതുപോലെ ഈ നീല മനുഷ്യനും ഒരു ഹമ്മിങ് സൗണ്ട് ഇട്ടുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരുന്നു. ചില ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നു. എൻ്റെ അടുത്ത് എന്നെ നോക്കി പറയുക, സേ സംതിങ്, എന്തെങ്കിലും പറ എന്ന് പറയുന്നു. എനിക്ക് എന്ത് പറയാൻ പറ്റും? കണ്ടു മതിയായില്ല, പിന്നല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. ആ നീല നിറ ദേഹത്തിൻ്റെ ഭംഗിയിൽ ഞാനങ്ങ് എന്നെ മറന്ന് നിൽക്കുവാണ്. പിന്നെ അദ്ദേഹം എന്നെ നോക്കി ഹി മേഡ് എ സൈൻ വിത്ത് ഹിസ് ഐസ്, കണ്ണുകൊണ്ട് സംസാരിക്കുന്നു. ഐ സീ എവറിത്തിങ് ഫ്രം എവരിവെയർ. ഞാൻ എല്ലാം കാണുന്നുണ്ട്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് മാത്രമല്ല കാണുന്നത്, എൻ്റെ ദേഹം മുഴുക്ക കണ്ണുകളാണ്. എനിക്ക് എൻ്റെ ദേഹത്തിൽ ഏത് ഭാഗം കൊണ്ടും കാണാൻ പറ്റും, ഏത് ഭാഗം കൊണ്ടും കേൾക്കാൻ പറ്റും. എൻ്റെ കാത് മാത്രമല്ല കേൾക്കുന്നത്, എൻ്റെ ദേഹത്ത് ഏത് ഭാഗം കൊണ്ടും എനിക്ക് കേൾക്കാൻ പറ്റും, ഏത് ഭാഗം കൊണ്ടും എനിക്ക് സംസാരിക്കാൻ പറ്റും. ഐ സീ വിത്ത് ദിസ് ഫുട്ട്, കാല് പൊക്കി കാണിക്കുന്നു. ഹി ലിഫ്റ്റഡ് അപ്പ് എ ഫുട്ട്, ഒരു കാല് പൊക്കി എ ലിറ്റിൽ, കുറച്ച് കാലൊന്ന് പൊക്കി കാണിച്ചിട്ട് പറയുക, ഐ സീ വിത്ത് ദിസ് ഫുട്ട്, ഞാൻ ഈ കാലുകൊണ്ട് കാണുന്നു. ഐ ക്യാൻ സീ എവരിവെയർ, എനിക്ക് എല്ലാം കാണാൻ പറ്റുന്നു. ഐ ഹാവ് ടങ്സ് എവരിവെയർ, എൻ്റെ എല്ലാ സ്ഥലത്തും എൻ്റെ നാക്കുകളാണ്. ഞാൻ എൻ്റെ ഒരു നാക്കുകൊണ്ടല്ല സംസാരിക്കുന്നത്, എൻ്റെ കൈ കൊണ്ട് സംസാരിക്കാൻ പറ്റും,
കാലുകൊണ്ട് സംസാരിക്കാൻ പറ്റും. എനിക്ക് ദേഹം മുഴുക്കെ എനിക്ക് എല്ലാ സ്ഥലത്തും കാതുകളുണ്ട്. അപ്പം എൻ്റെ ദേഹത്ത് ഓരോ അവയവങ്ങളിലും കൂടെ വെച്ച് എനിക്ക് കേൾക്കാൻ പറ്റും. എൻ്റെ ദേഹത്തിലുള്ള ഓരോ അവയവങ്ങളിൽ കൂടെ എനിക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ പറയുക ആ നീല മനുഷ്യൻ. മുക്താനന്ദ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ കാലുകൊണ്ട് നടക്കുന്നു, എൻ്റെ കൈ കൊണ്ടും എനിക്ക് നടക്കാൻ പറ്റും. ഞാൻ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും, എനിക്ക് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റും. ഞാൻ എങ്ങനെ വേണമെങ്കിലും അനങ്ങാൻ പറ്റും. ഞാൻ എത്ര ദൂരം വേണമെങ്കിലും ഒരു സെക്കൻഡിൽ എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. എനിക്ക് കാലില്ലാതെ നടക്കാൻ പറ്റും, കൈയില്ലാതെ പിടിക്കാൻ പറ്റും, നാക്കില്ലാതെ സംസാരിക്കാൻ പറ്റും. ഐ ബിക്കെയിം ദ ബോഡി ഇൻ ഓൾ ബോഡീസ്. ഈ കാണുന്ന എല്ലാ ദേഹത്തിലും ഞാൻ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ ദേഹത്തിനെക്കാട്ടിലും ഞാൻ വേറെയാണ്. പിന്നെ അദ്ദേഹം വേറെയും കുറച്ച് പറഞ്ഞു. ആ നീല കളറിലുള്ള മനുഷ്യൻ കുറച്ചും കൂടെ സംസാരിച്ചു. പക്ഷേ അത് എനിക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല, ഈ ബുക്കിൽ എനിക്ക് എഴുതാൻ പറ്റില്ല. പക്ഷേ അത് എൻ്റെ ഗുരു നിത്യാനന്ദ കേട്ടു, ഞാനും കേട്ടു, എൻ്റെ ഗുരു നിത്യാനന്ദയും കേട്ടു. പക്ഷേ എനിക്കത് ഇവിടെ എഴുതാൻ പറ്റില്ല. പിന്നെയും പറയുക, ഇതാണ് സിദ്ധയുടെ പാത്വേ, ഇതാണ് ഒരു സാധകൻ്റെ വഴി. പിന്നെ കൈകൊണ്ടിങ്ങനെ കൈ പൊക്കി എന്നെ അനുഗ്രഹിക്കുന്ന പോലെ കാണിച്ചു. അപ്പം ഇതെല്ലാം സ്വാമി മുക്താനന്ദ കണ്ടുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവുന്നില്ല. ഐ വാസ് അറ്റേർലി അമേസ്ഡ്. അറ്റേർലി അമേസ്ഡ് എന്ന് വെച്ചാൽ അതിശയത്തിൻ്റെ അങ്ങേ അറ്റത്തെ സ്ഥിതിക്ക് അങ്ങ് പോയി. അങ്ങനെ ഞാൻ വാച്ച് കണ്ടുകൊണ്ടിരുന്നപ്പം 6 അടി നീളത്തിന് വളർന്ന ആ നീല ഇത് കുറച്ച് കുറച്ചായിട്ട് ചുരുങ്ങി പഴയ എഗ്ഗിൻ്റെ സൈസിന് വന്നു. പിന്നെ ചെറുതായിട്ട് നീലേശ്വരിയുടെ സൈസിന് വന്നു. നീലേശ്വരി നേരത്തെ അദ്ദേഹം പറഞ്ഞതാണ്, ആ നീല കളറിനാണ് നീലേശ്വരി എന്ന് പറഞ്ഞ്. ആ നീല ലൈറ്റായിട്ട് മാറി. ഇറ്റ് ബിക്കെയിം മൈ ബ്ലൂ ലൈറ്റ്, ദ ബ്ലൂ പേൾ. ആ ബ്ലൂ ലൈറ്റിനകത്താണല്ലോ ബ്ലൂ പേൾ കണ്ടേ. തിരിച്ചും ആ നീല കളറിലുള്ള മനുഷ്യൻ്റെ രൂപം കുറഞ്ഞ് ചെറുതായി, നീല ലൈറ്റായി, നീല പേളായി. ഇതിൽ നമ്മൾ എന്ത് പറയാനൊക്കെ. അപ്പം നിങ്ങൾക്ക് ഇത് ആരായിരിക്കുമെന്ന് ഊഹിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. ഞാനൊന്നും പറയുന്നില്ല, എനിക്കും പറയാൻ വാക്കുകളില്ല. നമ്മളൊന്നും അത് പറയാൻ അർഹതപ്പെട്ടവരല്ല. സ്വാമി മുക്താനന്ദയ്ക്ക് കിട്ടിയ ഒരു അനുഗ്രഹം. സാക്ഷാത് തിരുനീലകണ്ഠനെ കണ്ടു അദ്ദേഹം. നന്ദി, നമസ്കാരം.